ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ ഷുജിത് പണിക്കർ ആരാധനയുടെ ഭാഗമായി നടത്തുന്നതാണ്, ദേവസ്വം ബോർഡ് നടത്തുന്നതാണ്. പക്ഷെ പരിപാടി അടുത്തപ്പോഴേക്ക് പോസ്റ്ററിൽ മുഴുവൻ പിണറായി വിജയനും ദേവസ്വം മന്ത്രിയുമാണ്. രണ്ടായിരത്തി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM-ന്റെ ആഭ്യന്തരമായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അതനുസരിച്ച് ഹിന്ദു വോട്ടുകൾ, വിശിഷ്യ ഈഴവ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകലുന്നു, BJP-യിലേക്ക് പോകുന്നു തുടങ്ങിയ കുറേയധികം ആഭ്യന്തരമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പുറത്തേക്ക് പോയിരിക്കുന്ന ഹിന്ദു വോട്ടർമാരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് അയ്യപ്പ സംഗമം എന്ന് നിസ്സംശയം പറയാം. ഈ പരിപാടി നടത്തുന്നത് കേരള സർക്കാരാണ് എന്ന് നമുക്കറിയാം. സർക്കാരിന്റെ താല്പര്യത്തിലാണ് നടത്തുന്നത്. ഈ പുലിപ്പുറത്ത് കയറി അയ്യപ്പൻ വരുന്നത് പോലെ ദേവസ്വം ബോർഡിന്റെ പുറത്ത് കയറി പിണറായി വിജയൻ എഴുന്നള്ളുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ പുലിക്കല്ല പ്രാധാന്യം, അയ്യപ്പനാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനല്ല പ്രാധാന്യം, ശ്രീ പിണറായി വിജയനാണ് എന്നതുകൊണ്ടാണ് ഈ ഹോർഡിങ്ങുകളിലും പരസ്യങ്ങളിലും എല്ലാം തന്നെ നമ്മൾ ശ്രീ പിണറായി വിജയന്റെ ഫുൾ ബോഡി, ഫുൾ ഫിഗർ ഇതൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഈ ഒരു സമയത്ത് അയ്യപ്പ ഭക്തരായിട്ടുള്ള, വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ചോദിക്കേണ്ടത് ഈ വിഷയത്തിൽ CPM-ന്റെ സത്യസന്ധത എന്താണ് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ മുഖ്യമന്ത്രി അല്പം മുമ്പ് പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ബൈറ്റിൽ പറയുന്നുണ്ടല്ലോ, ശബരിമല എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്, അതിന്റെ സന്ദേശമാണ് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഞാൻ പറഞ്ഞത് ഈ പണച്ചെലവില്ലാതെ, ഈ മെനക്കേടില്ലാതെ ഈ സന്ദേശം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനും ആഗോള ശ്രദ്ധ മാധ്യമങ്ങൾ അടക്കം ഈ കാര്യത്തിൽ കൊടുക്കുന്നതിനും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ സർക്കാരിൽ നിന്ന് അതിൽ യോഗ്യരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് കെട്ടുമുറുക്കി ശബരിമലയിൽ പോയി തൊഴുക. അതിന് CPM-ന്റെ ആരെങ്കിലും തയ്യാറാകും? ഞാൻ ചോദിക്കും, KB ഗണേഷ് കുമാറോ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനോ അല്ലാതെ കെട്ടും മുറുക്കി ശബരിമലയ്ക്ക് പോകാൻ തയ്യാറാകുന്ന CPM-ന്റെ എത്ര മന്ത്രിമാരുണ്ടാകും, എത്ര MLA-മാരുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ഭക്തരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗണപതിയെയൊക്കെ തന്നെ വെറും മിത്താണ് എന്ന് പരിഹസിച്ച ആൾക്കാർ, ശബരിമലയിലെ കഴുതകൾക്ക് പോലും തന്ത്രിമാരെക്കാൾ ചൈതന്യമുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ ആൾക്കാർ, തന്ത്രിമാർ അടിവസ്ത്രം ഇടുന്ന ആൾക്കാരല്ല എന്ന് പറഞ്ഞ ആൾക്കാർ, തന്ത്രിമാരുടെ ബ്രഹ്മചര്യത്തെ നമ്മൾ അല്പം മുമ്പ് കേട്ടതാണ്, പറഞ്ഞ് കളിയാക്കിയിരിക്കുന്ന സാക്ഷാൽ പിണറായി വിജയൻ, അയ്യപ്പനും മാളികപ്പുറവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ ശ്രീ M സ്വരാജ്, നാലൊട്ടുക്ക് ഇവർ പണിത വനിതാ മതിൽ, ഇതെല്ലാം ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്തിനാണ് പമ്പയുടെ പമ്പാ ഗണപതി ഉണ്ടല്ലോ പമ്പയില്, അപ്പൊ പമ്പയില് അവിടുത്തെ പമ്പാ ഗണപതിയുടെ മുന്നിൽ വെച്ച് ഈ മിത്തിന്റെ പേരിൽ ഒരു ആഗോള സംഗമം നടത്തുന്നത് എന്നുള്ളതിനെ പറ്റി ഇവർ പറയേണ്ടതാണ്. അതിനെപ്പറ്റി ഇവർ പറയുന്നില്ല. പൂർണ്ണമായിട്ടും ഹിന്ദുക്കളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന, പൂർണ്ണമായിട്ടും ശബരിമല വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത്, ഒരു ആഗോള അയ്യപ്പ സംഗമം ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാർ ചോദ്യം ചെയ്യും. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മണി അങ്ങോട്ട് ആവശ്യപ്പെട്ടു, തനിക്ക് പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ പറഞ്ഞിരുന്നത് എന്താ? അങ്ങനെ വരണ്ട, അങ്ങനെ ക്ഷണിക്കില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ആനയിച്ച് കൊണ്ടുപോയ യുവതികളെ ഈ ഒരു സമയത്ത് അവിടെ കൊണ്ടുവരാത്ത അയിത്തം കൽപ്പിച്ച് നിർത്തുന്നത്? സത്യം പറഞ്ഞ ആർട്ടിക്കിൾ 17 അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതാരാ പ്രവർത്തിപ്പിക്കുന്നത്? സർക്കാരാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെയാണോ ഇതുവരെ എതിർത്തിരുന്നത്, ആ കാര്യങ്ങളെ മുഴുവനും നിങ്ങൾ ചുട്ടു തിന്നതിന് ശേഷം ഒരു നാണവുമില്ലാതെ, ഒരു ഉളുപ്പെന്നുള്ള വാക്കാണ് പറയേണ്ടത്, പക്ഷെ ഒരു നാണവുമില്ലാതെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിഴുങ്ങിയതിനു ശേഷം ഞങ്ങൾ അങ്ങനെ ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ഞങ്ങളാണ് ഇവിടെയുള്ള സനാതന ധർമ്മത്തിന്റെയും അയ്യപ്പ വിശ്വാസത്തിന്റെയും കസ്റ്റോഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് സർക്കാർ നടത്താതെ അതിനുള്ള ഒരു പുലിയായിട്ട് അവിടെ ദേവസ്വം ബോർഡിനെ കണ്ടിട്ട് അയ്യപ്പൻ കളിക്കുകയാണ് ഇവിടെ ശ്രീ പിണറായി വിജയൻ എന്നുള്ളതാണ് വസ്തുത. അതല്ലാതെ പിണറായി വിജയൻ പറഞ്ഞു തന്നിട്ട് ഈ നാട്ടിൽ ഒരാൾക്കും ശബരിമല വിശ്വാസത്തിന്റെ പ്രാധാന്യം എന്താണെന്നോ അവിടെയുള്ള മതനിരപേക്ഷത എന്താണെന്നോ എന്നതിനെ പറ്റി ഒന്നും അറിയേണ്ടതില്ല. കവചകുണ്ടലുകളുമായിട്ട് യുവതികളെ അവിടെ കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന സർക്കാരിന്റെ ആൾക്കാരെയും ഒക്കെ തന്നെ നമുക്കറിയാമെന്നേ. ഇപ്പൊ 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് സംസ്ഥാന സർക്കാരിലുള്ള ആൾക്കാർക്കും CPM-ലുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ഓർമ്മ നശിക്കുമായിരിക്കും. പക്ഷെ ഇവിടെയുള്ള സാധാരണക്കാർക്കും ഭക്തർക്കും അമ്നേഷ്യ ബാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറ്റിപ്പോയത് തെറ്റാണ് എന്ന് പറയാതെ ഇതുവരെ നിങ്ങളുടെ ഓരോ നേതാക്കന്മാരും, വലിയ പിണറായി വിജയനും ചെറിയ പിണറായി വിജയനും പറഞ്ഞിരിക്കുന്ന
പറഞ്ഞിട്ടില്ല. തന്ത്രിമാരെ അധിക്ഷേപിക്കുന്നത് ഉൾപ്പെടെ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെറ്റുപറ്റിപ്പോയി, ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയാതെ എന്ത് തരത്തിലാണ് ഇവിടെ നിങ്ങളെ ആൾക്കാർ ഇവിടെ വിശ്വസിക്കേണ്ടത്? സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? നിങ്ങൾ നടത്തിക്കോ. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? പക്ഷേ പവിത്രതയെ ബാധിക്കരുതെന്നാണ്. എന്തായാലും അത്രയെങ്കിലും ഹൈക്കോടതി പറഞ്ഞത് നന്നായി. കാരണം പവിത്രതയെ ബാധിക്കുന്ന, ആ ക്ഷേത്രത്തിനെ ബാധിക്കുന്ന കുറേയധികം കാര്യങ്ങൾ യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതെ ചെയ്തു കൂട്ടിയിരിക്കുന്ന കുറേയധികം ആൾക്കാർ ഇന്നത് വലിയ തിരിച്ചടി കിട്ടിയെന്ന് മനസ്സിലാക്കുമ്പോൾ പാർട്ടിയെ വിട്ടിട്ട് മറ്റു പാർട്ടികളിലേക്ക് വോട്ടർമാർ പോകുന്നു എന്ന് കാണുന്ന സമയത്താണ് ഇത് നടത്തുന്നത്. ഇപ്പൊ നമ്മൾ ഭാരതാംബ വിവാദം കാണുന്നുണ്ടല്ലോ, നോക്കിക്കോ, കുറച്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആഗോള ഭാരതാംബ സംഗമം കൂടെ ഉണ്ടാകും. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. ആ ഒരു കാലത്ത് ഈ ഭാരതാംബയ്ക്ക് അടിത്തറ കൂടുതലാണ്, കൂടുതൽ വിശ്വാസം അതിലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതെ ഇവരുടെ പ്രത്യയശാസ്ത്രത്തിനെ മുഴുവൻ വെറുതെ വിട്ട് 4 വോട്ടിന് വേണ്ടി ആരുടെ കാല് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ തയ്യാറാകും. നിങ്ങളെ ഇന്നാട്ടിലുള്ള അയ്യപ്പ ഭക്തർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സമസ്താപരാധം പറഞ്ഞ് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആരാധനാ സ്വാതന്ത്ര്യത്തിനേക്കാൾ മുകളിലാണ് ലിംഗസമത്വം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് പറയും? ലിംഗസമത്വത്തിനേക്കാൾ മുകളിലാണ് ആരാധനാ സ്വാതന്ത്ര്യം എന്നുള്ളത് കൊണ്ടാണ് ബിന്ദു അമ്മണി വരണ്ട എന്ന് പറഞ്ഞെന്ന് പറയുമോ? എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാഴിക്ക് 40 വട്ടം ഈ ഒരേ നാക്കുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? ഒരേ ബ്രെയിൻ വെച്ച് തന്നെയല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് തരാതരം തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ നയം, നിങ്ങളുടെ ഈ ആൾക്കാരോടൊപ്പം കാണുന്ന മാനവികത, നിങ്ങളുടെ വനിതാ മതിൽ, ഇതിനെല്ലാം പൂട്ടിക്കെട്ടി തട്ടിൻപുറത്ത് കൊണ്ടുവച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർത്തതിന് ശേഷം മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾ വന്ന് പറയുകയാണ് നിങ്ങളാണ് അയ്യപ്പ ഭക്തരുടെ കസ്റ്റോഡിയൻസ് എന്ന്. നാണമുണ്ടോ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ശ്രീ വി എൻ വാസവനോടും ശ്രീ പിണറായി വിജയനോടും മറ്റുള്ള എല്ലാ ചെറു പട്ടാളക്കാരോടും ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ലെവലേശ നാണമുണ്ടോ എന്നാണ്. നമുക്കൊരു വൈക്ലഭ്യം പറയാവുന്നുണ്ടെങ്കിൽ ഈ അയ്യപ്പനും വാവരും എന്ന കൺസെപ്റ്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ റിയാസിന്റെ ചിത്രങ്ങളാണ് വെക്കേണ്ടിരുന്നത്. എനിക്ക് മതസൗഹാർദ്ദം ഒന്നുകൂടി ഊഷ്മളമാക്കി അത് കുറച്ചും കൂടി ആ ശബരിമലയുടെ മഹത്വം ജനങ്ങളിൽ എത്തിച്ചത്. പിന്നെ ശ്രീജിത്ത് പണിക്കരോട് പറഞ്ഞു, ഇവരുടെ ആരും വീട്ടിലുള്ള ആരും ഈ നേതാക്കന്മാർ സഖാക്കളും MLA-മാരും മന്ത്രിമാരും ശബരിമലയ്ക്ക് പോകാറുള്ളത്. അത് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പൂർണ്ണമായി ശരിയല്ല. ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഇരുന്നിടത്ത് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുടെ മകൻ ബിനീഷ് കോടിയേരി ഒരുമിച്ച് ക്ലിഫ് ഹൗസിൽ നിന്ന് കെട്ടി നിറച്ചാണ് ശബരിമലയ്ക്ക് പോയത്. അയ്യപ്പസ്വാമിയുടെ മഹത്വം ഈ പിണറായി സഖാവ് അടക്കമുള്ള ആളുകൾ അംഗീകരിച്ചല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷത്തിന് വഴിയുണ്ട്. പിന്നെ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അത്രയും പൈസ ഖജനാവിൽ നൽകി ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മുതലും പലിശ ചേർത്ത് കിട്ടി, ആരും കണ്ടില്ല. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുവാൻ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെല്ലാമായി തൃപ്തിയായി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.